തുടർ പരാജയങ്ങളിൽ കണ്ണു നിറഞ്ഞാണ് എം ലിജു ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരവസരം നൽകണമെന്ന ലിജുവിന്റെ അപേക്ഷ കായംകുളം നിറവേറ്റി. ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലെ പുത്തൻ അധ്യായം തുറക്കുകയാണ് എം ലിജു. 2 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസ് യുവനിരയിലെ സജീവ സാന്നിധ്യമാണ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി എം ലിജു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ലിജുവിന്റെ തുടക്കം. KSUവിലും തുടർന്ന് യൂത്ത് കോൺഗ്രസിലും ശ്രദ്ധേയമായ പ്രകടനം നടത്തി. മികച്ച സംഘാടകനായ ലിജുവിന് പാർട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നൽകി. തുടർന്ന് ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ മുഖമായി മാറി. ഇതിനിടെ ആലപ്പുഴ DCC പ്രസിഡന്റായും KPCC ജനറൽ സെക്രട്ടറിയായും ഒടുവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായും പാർട്ടി ചുമതലകൾ ഏറ്റെടുത്തു. മികച്ച സംഘാടകൻ എന്ന നിലയിൽ ശോഭിക്കുമ്പോഴും നിയമസഭയിലേക്ക് എത്താനായില്ല. 2006 കായംകുളത്ത് നിന്നായിരുന്നു ആദ്യമായി ജനവിധി തേടിയത്. എന്നാൽ CK സദാശിവനോട് പരാജയപ്പെട്ടു. പിന്നീട് അമ്പലപ്പുഴയിലേക്ക് മത്സരരംഗം മാറ്റിയെങ്കിലും 2011 G സുധാകരനോടും 2021 H സലാമിനോടും അടിയറവ് പറഞ്ഞു. ഇക്കുറി അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് സജീവമായിരുന്നു ലിജു. എന്നാൽ അവസാന നിമിഷം G സുധാകരന് വേണ്ടി വഴിമാറി. കായംകുളം താല്പര്യമില്ലാതെ ഇരുന്നിട്ടും പാർട്ടിക്ക് വഴങ്ങി മത്സരരംഗത്ത് ഇറങ്ങി. ഒരവസരത്തിനായി വോട്ട് തേടിയപ്പോൾ ലിജു പലപ്പോഴും വിതുമ്പി. സംസ്ഥാനമെങ്ങും ആഞ്ഞടിച്ച UDF തരംഗത്തിൽ സിറ്റിംഗ് MLA U പ്രതിഭയെ 15,572 വോട്ടിന് മറികടന്ന് ലിജു കായംകുളം തിരിച്ചുപിടിച്ചു. എല്ലാ കാലത്തും പാർട്ടിയോട് ചേർന്ന് നിന്ന് അടിയുറച്ച കോൺഗ്രസുകാരന് പാർട്ടി മന്ത്രിസ്ഥാനവും നൽകി. സംഘാടകൻ എന്ന നിലയിൽ എക്കാലവും പാർട്ടിയിൽ ശോഭിച്ച ലിജുവിന് മന്ത്രിയായും തിളങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.